ഇന്ത്യയുടെ ശക്തി എത്രത്തോളമുണ്ട് ഇത് പാകിസ്ഥാന് ഇനിയും മനസ്സിലായിട്ടില്ല. ഇത് വിളിച്ചോതുന്ന തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ IMF അതായത് ലോക ബാങ്കിന് മുന്നിൽ പോയി കൈനീട്ടി യാചിച്ച് മേടിച്ചത് 10,000 കോടി രൂപയാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഗുജറാത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിക്ക് മാത്രം ഇന്ത്യ ചെലവഴിക്കുന്നത് ഏകദേശം 85,000 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി ദ്വന്ദ്വ യുദ്ധത്തിന് വരുന്ന പാകിസ്ഥാൻ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അതായത് പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സുസ്ഥിരമായി ജീവിക്കണം എന്ന് പറഞ്ഞ് കടം വാങ്ങിക്കുന്നതിൻ്റെ 8 ഇരട്ടി തുകയാണ് ഇന്ത്യ നമ്മുടെ ഒരു കൊച്ചു സംസ്ഥാനത്തിന് വേണ്ടി, അവിടെ ഒരു കൊച്ചു പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച വഡോദര നഗരത്തിൽ നിന്ന് തൻ്റെ 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നിരവധി പൊതുപരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുകയും ആയിരക്കണക്കിന് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി പാകിസ്ഥാന് നിശബ്ദമായിട്ടുള്ള ഉചിത മറുപടി നൽകും. അതിൽ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചോതുന്ന നിശബ്ദമായിട്ടുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കടക്കണിയിലായ പാകിസ്ഥാൻ IMFൽ നിന്ന് $1 ബില്യൺ അതാണ് വായ്പ എടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി തൻ്റെ സന്ദർശന വേളയിൽ 83,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഗുജറാത്തിലെ വഡോദരയ്ക്കടക്കം സമ്മാനമായി നൽകുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നു. ആ ഇന്ത്യയുടെ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ട സമയത്താണ്, അതായത് 4ാമത്തെ ശക്തിയായി ഇന്ത്യ മാറുന്ന ആ ഒരു മൈൽ സ്റ്റോൺ അത് ഇന്ത്യ പിന്നിട്ട സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏപ്രിൽ 22-ന് ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മറുപടിയായി ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്ന ആദ്യത്തെ സന്ദർശനമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി മോദിയുടെ 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയ്ക്കായി പ്രത്യേക ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 24,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളും ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദി ദാഹോറും സന്ദർശിക്കും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഭുജിൽ 53,414 കോടി രൂപയുടെ 33 വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ചൊവ്വാഴ്ച ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം 5,536 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അവിടെയും നിർവഹിക്കുമെന്നുള്ളതാണ് വേറൊരു കാര്യം. ദാഹോജ്, ഭുജ്, ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ 82,950 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. ഇതൊക്കെ പാകിസ്ഥാൻ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അതായത് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ IMFൻ്റെ മുന്നിൽ നിന്നും 10,000 കോടിയോളം എരന്ന് കൈനീട്ടി മേടിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യ ഇപ്പോൾ ഏഷ്യയിലെ തന്നെ എത്ര വലിയ സാമ്പത്തിക ശക്തിയാണ് എന്ന് വിളിച്ചോതുന്ന നരേന്ദ്രമോദിയുടെ ഈ പദ്ധതികളും പരിപാടികളും നിരീക്ഷിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.